പ്രവർത്തനത്തിൽ പങ്കാളികളായി. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഇപ്പോൾ പോകുമ്പോൾ PSC കോഴയിൽ പ്രമോദ് കോട്ടോളിയോടൊപ്പം BJP നേതാവും പങ്കാളിയാണെന്ന വിവരം. കോട്ടോളിക്കായുള്ള പണം നൽകിയത് BJP നേതാവാണെന്ന് സൂചന ലഭിക്കുന്നുണ്ട്. അതേസമയം പ്രമോദ് കോട്ടോളിക്കെതിരെ പരാതി നൽകിയ CPM നേതാവിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസെ, എന്തായാലും വലിയ രീതിയിൽ ഈ പ്രമോദിനെ BJP അടക്കം കുറ്റം പറയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. MT രമേശും അതുപോലെ തന്നെ സജീവനൊക്കെ തന്നെ. എന്തായാലും ഇപ്പോൾ ഇതിൽ BJPയുടെ ഒരു പങ്കുണ്ടോ എന്നൊരു സംശയമാണ് ഉയർന്നു വരുന്നത്. എന്തൊക്കെ രീതിയിലായിരിക്കും ഇനി BJPയുടെ ഒരു നീക്കങ്ങൾ, അതുപോലെ മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? എന്തായാലും ഈ PSC നിയമനക്കോഴ വിവാദം CPM-നെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിരുന്നു. ആ ഒരു ഘട്ടത്തിൽ നാളെ പ്രമോദ് കോട്ടോളിക്കെതിരെ പാർട്ടി നടപടി ഉൾപ്പെടെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം നാളെ CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റി യോഗവും ഒക്കെ ചേരാനിരിക്കുന്നതിലാണ് ഇപ്പോൾ പുതിയതായി ഒരു വിവരം പുറത്തുവരുന്നത്. ഇതിൽ പ്രമോദ് കോട്ടോളിക്കൊപ്പം തന്നെ ഒരു BJP നേതാവിനും പങ്കുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അത് സംബന്ധിച്ച ലഭ്യമായി വരുന്നതേ ഉള്ളൂ. അതായത് ഈ ഡോക്ടർ ദമ്പതിമാർ 20 ലക്ഷം രൂപ ചെക്കായി നൽകിയത്, പ്രമോദ് കോട്ടോളിക്ക് വേണ്ടി നൽകിയത് ഈ പ്രാദേശിക BJP നേതാവിനാണ് എന്ന വിവരമാണ് പുറത്തുവരുന്നത്. മുണ്ടിക്കൽ താഴത്തെ ഒരു പ്രാദേശിക BJP നേതാവിനെതിരെയാണ് ഇപ്പോൾ ആരോപണം ഉയർന്നിരിക്കുന്നത്. എന്തായാലും BJP ഈ വിഷയവുമായി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് CPM-നെതിരെ രാഷ്ട്രീയപരമായി പ്രക്ഷോഭം നടത്താനൊക്കെ ഒരുങ്ങുകയാണ്. ഈ 15-ന് കളക്ടറേറ്റിലേക്ക് മാർച്ച് ഉൾപ്പെടെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇത്തരമൊരു ട്വിസ്റ്റ് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അത്തരം സൂചനകൾ, വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നത്. അതിൽ ഈ പ്രാദേശിക BJP നേതാവിന്റെ പങ്ക് എത്രമാത്രമാണ് തുടങ്ങിയ കാര്യങ്ങൾ ദിവസങ്ങളിൽ അന്വേഷണത്തിൽ മാത്രമാണ് പുറത്തുവരിക. അതേസമയം തന്നെ ഈ പ്രമോദ് കോട്ടോളിക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് പരാതി നൽകിയിരുന്നു. അത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വൈശാൽ കല്ലാട്ടായിരുന്നു പോലീസിന് ഈ പരാതി നൽകിയത്. ആ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പരാതിയിൽ ഇപ്പോൾ പോലീസ് പ്രാഥമിക അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ACP അരങ്ങത്ത് ഉമേഷാണ് ഇത് സംബന്ധിച്ച ഒരു പ്രാഥമിക അന്വേഷണം നടക്കുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാവായ വൈശാൽ കല്ലാട്ടിന്റെ മൊഴി ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും വൈശാൽ കല്ലാട്ട് അല്പം മുൻപാണ് ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ACP മുൻപാകെ മൊഴി രേഖപ്പെടുത്താൻ എത്തിയിട്ടുള്ളത്. പിന്നാലെ തന്നെ ACP അരങ്ങത്ത് ഉമേഷും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ വൈശാലിന്റെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. വൈശാൽ ഒരുപക്ഷെ അതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കും എന്നാണ് അറിയുന്നത്. അതിനിടെയാണ് നിർണായകമായേക്കാവുന്ന ഈ മറ്റൊരു വിവരം കൂടി, അതായത് BJPയുടെ പ്രാദേശിക നേതാവിന് കൂടി ഇതിൽ പങ്കുണ്ട് എന്ന തരത്തിലുള്ള വിവരം കൂടി പുറത്തു വരുന്നത്. അത് BJPയും വലിയ തോതിൽ, പ്രത്യേകിച്ച് ഈ CPM-നെതിരെ വലിയ രാഷ്ട്രീയ ആയുധമായി ഇത് ഉപയോഗിച്ച് പ്രക്ഷോഭത്തിനിറങ്ങാൻ പോകുന്ന BJPയെയും പ്രതിരോധത്തിലാക്കുന്ന ഒരു വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അതിൽ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ, മറ്റ് കൂടുതൽ വിശദാംശങ്ങളെല്ലാം തന്നെ വരുന്ന മണിക്കൂറുകളിലോ അല്ലെങ്കിൽ നാളെയുമായി പുറത്തുവരും. പ്രമോദ് കോട്ടോളിക്കെതിരെ എന്തായാലും പാർട്ടി നടപടി ഉണ്ടാകുമെന്നുള്ള വിവരം തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. പ്രമോദ് കോട്ടോളി തെറ്റ് ചെയ്തു എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് CPM നേതൃത്വവും ഉള്ളത്. അതുകൊണ്ട് നാളെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നടപടി സ്വീകരിക്കാനിരിക്കും. ശരി, റിയാസാണ് വിശദാംശങ്ങൾ നൽകിയത്. PSC കോഴ കേസിൽ പ്രമോദ് കോട്ടോളിക്കൊപ്പം BJP നേതാവും ഉണ്ട് എന്നൊരു സൂചന പുറത്തു വരികയാണ്. എന്തായാലും വലിയ രീതിയിൽ BJP ഈ ഒരു വിഷയം ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനിടയിലാണ് വലിയ രീതിയിലൊരു ട്വിസ്റ്റ് ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഒരുപക്ഷെ മന്ത്രി മുഹമ്മദ് റിയാസിലേക്ക് അടക്കം വിരൽ ചൂണ്ടിയേക്കാവുന്ന ഒരു സംഭവമായിരുന്നു. ഇപ്പോൾ ഇത് BJP നേതാവിനും ഇതിൽ പങ്കുണ്ട് എന്ന തരത്തിൽ സൂചനകൾ പുറത്തു വരുന്നു. റിയാസ് KMR ആണ് വിശദാംശങ്ങൾ നൽകിയത്.